കാശിനാഥൻ ഭാഗം 84. രചന അവതരണം ദിവ്യരാജ്. വൈശുവിനെ നെഞ്ചോട് ചേർത്ത നെറുകിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ കണ്ണുകൾ ഈറനായി കാശിനാഥൻ്റെ. ഇവനൊരു കുടുംബം നടത്താനോ കുഞ്ഞുങ്ങളെ തരാനോ കഴിയില്ലെന്ന് സാവിത്രി ഒരിക്കൽ വൈശുവിനോട് പറഞ്ഞത് കേട്ട് നിന്നതായിരുന്നു മനസ്സിൽ. തന്നെ വീണ്ടും പൂർണ്ണനാക്കിക്കൊണ്ട് തൻ്റെ ജീവാംശത്തെ ഉള്ളിൽ പേറുന്നവളോട് അടങ്ങാത്ത പ്രണയം തോന്നി കാശിനാഥന്. അവളുടെ കാത്തിരിപ്പ്, ത്യാഗം ഒക്കെയാണ് ഈ നിമിഷം പോലും എന്ന ചിന്തയിൽ അവളെയും മുറുകെ പുണർന്ന് ആ ഇരിപ്പ് തുടർന്നവൻ അല്പനേരത്തേക്ക്. രണ്ടുപേർക്കിടയിലും മൗനം വാചാലമായ നിമിഷങ്ങൾ. കണ്ണുകൾ സജലമായി കൊണ്ടിരുന്നു അപ്പോഴും. ഒരല്പനേരത്തിന് ശേഷം അവളെ മെല്ലെ അടർത്തി മാറ്റിക്കൊണ്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ. താങ്ക്സ്. വൈശു നെറ്റിച്ചുളിച്ചു. എന്നെ ഇങ്ങനെ ഉപാധികളില്ലാതെ പ്രണയിക്കുന്നതിന്, എന്നെ പൂർണ്ണനാക്കിയതിന്, എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ച് കയ്യിൽ വെച്ച് തന്നതിന്, ഇപ്പോൾ എൻ്റെ ജീവനെ ഉള്ളിൽ പേറുന്നതിന്. അവൻ്റെ കരം അവളുടെ വയറിൽ അമർന്നു. ശരീരമാകെ കോരിത്തരിച്ചവളുടെ ആ സ്പർശനത്തിൽ തന്നോടുള്ള പ്രണയത്തെക്കാളുപരി ഉള്ളിലെ കുരുന്ന ജീവനെ പറ്റിയുള്ള കൗതുകവും വാത്സല്യവും ഒക്കെയായിരുന്നു. അച്ചമ്മയോട് പറയണ്ടേ? വീണ്ടും ആ സ്ട്രിപ്പിലേക്ക് നോട്ടമിട്ടുകൊണ്ട് ചോദിച്ചവൻ. പറയണം. പതിവ് തെറ്റിയോണ്ടാ സ്ട്രിപ്പ് വാങ്ങി നോക്കാന്ന് കരുതിയേ. കഴിഞ്ഞ തവണയൊക്കെ വൈകിയപ്പോൾ ഇതേമാതിരി നോക്കിയെങ്കിലും നിരാശയായിരുന്നുവല്ലോ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2 വരകളും തെളിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ശ്വാസം മുട്ടണ പോലെ സന്തോഷം തിക്കി വന്നു. എന്ത് ചെയ്യട്ടെന്നായിപ്പോയി. ഹൃദയം നിറച്ച സന്തോഷത്തോടെ പറഞ്ഞവൾ. നേരം പുലരട്ടെ, അച്ചമ്മയോട് പറയാം. ഇന്നിനിപ്പോൾ കിച്ചണിൽ പോവണ്ട, എൻ്റെ ഒപ്പം വേണം വൈശു. കൊഞ്ചലോടെ അവളുടെ മടിയിൽ കുറുകി കൂടിയവൻ. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും എൻ്റെ പെണ്ണിൻ്റെ മടിയിൽ എൻ്റെ കുഞ്ഞിന് തൊട്ടരികിലായി ഇങ്ങനെ കിടക്കാനൊരു കൊതി. അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചവൻ. വൈശു, പീരീഡ് മിസ്സായിട്ട് എത്ര നാളായടി? മെല്ലെ ചോദിച്ചതും. 6 ദിവസമായിട്ടുണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞ് സ്കാനിങ് ചെയ്യണം. ഏതെങ്കിലും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണണം. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ ആവും. കൗതുകത്തോടെ ഓരോന്നും പറഞ്ഞവൻ. കണ്ണേട്ടന് മോനെയാണോ മോളെയാണോ ഇഷ്ടം? അവൻ്റെ തലമുടിയിലൂടെ വിരലോടിക്കവേ തിരക്കിയവൾ. മോനായാലും മോളായാലും എനിക്ക് ഒരുപോലെ, പൊന്നുപോലെ വളർത്തണം. അവരുടെ മനസ്സറിയുന്ന നല്ലൊരു അച്ഛനാവണം. അവരുടെ ആഗ്രഹങ്ങൾക്ക് ചിറകാകണം. കഴുകന്മാരുടെ നോട്ടം പോലും എൻ്റെ കുഞ്ഞുങ്ങളെ തേടി വരാതെ കാവൽ നിൽക്കണം. എനിക്കുണ്ടായ അവസ്ഥ എൻ്റെ കുഞ്ഞിന് വരാൻ പാടില്ല. എന്ത് നേരിടേണ്ടി വന്നാലും പ്രതികരിക്കാൻ പഠിപ്പിക്കണം. ഭൂതകാലത്തിൻ്റെ നോവുകളിൽ നിന്നുരുത്തു തിരിഞ്ഞു വന്ന അവൻ്റെ ഭയം അവനെ പുൽകിക്കൊണ്ടിരുന്നു അപ്പോഴും. അവന്മാരെ അറിയിക്കണ്ടേ? ഇനിയിപ്പോൾ കളിയാക്കി കൊല്ലാനുള്ള കാരണമായി. കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു കാശിനാഥൻ. സാരല്ല കണ്ണേട്ടാ, പാച്ചനെ ഒത്തിരി കളിയാക്കിയതല്ലേ, അപ്പോൾ അനുഭവിച്ചോ? കുറുമ്പോടെ പറഞ്ഞതും കൂർത്തൊരു നോട്ടം കൊടുത്തവൻ. 6 ദിവസം കൂടി കഴിഞ്ഞാൽ സിയാൻ്റെ കേസിൻ്റെ വിധി പ്രഖ്യാപിക്കും. വിധി നമുക്കനുകൂലമാണെന്ന് 100% ഉറപ്പല്ലേ? ഈ വർഷം ഇരട്ടി സന്തോഷമാ വൈശുവേ. കുഞ്ഞ് വരാൻ പോകുന്നു, ഒപ്പം എൻ്റെ സിയാന് നീതി ലഭിക്കാനും പോകുന്നു. നിറഞ്ഞ ചിരിയോടെ പറഞ്ഞവൻ. എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ക്ലോസ് ചെയ്യാനൊരുങ്ങിയ കേസാ അല്ലേ കണ്ണേട്ടാ? അവസാനം സത്യം വിജയിച്ചു. നീതിദേവത കണ്ണു തുറന്നു. വൈശു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. സഞ്ജയ് വിഷമാണ്. ഇതുവരെ നമ്മളെ തേടി വരികയോ ഒരു ഭീഷണി പോലും മുഴക്കുകയോ ചെയ്തതുമില്ല. അവൻ്റെ ഈ ശാന്തത എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ആദിയകലാതെ പറഞ്ഞവൻ. വെറുതെ എന്നെ കൂടി ഭയപ്പെടുത്തല്ലേ കണ്ണേട്ടാ. നാളെ മുതൽ പഠിക്കാനോടി വിടാതെ ഞാനിവിടെ പിടിച്ചിരുത്തു കേട്ടോ. ആ തോളിലേക്ക് ചേർന്നുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചെടുത്ത് ചുണ്ടോട് ചേർത്തു. എനിക്ക് എൻ്റെ കാര്യത്തിലല്ല വൈശു ഭയം, നിന്നെ ഓർത്താ. നെഞ്ചിടിപ്പോടെ പറഞ്ഞവൻ. നമുക്ക് പ്രിയപ്പെട്ടവരെ തൊട്ടാലേ നമുക്ക് കൊള്ളൂന്ന് അവർക്കറിയാലോ. ഉള്ളിലെ ആധി ഒടുങ്ങാതെ പറഞ്ഞവൻ. എൻ്റെ കണ്ണേട്ടാ, നമ്മുടെ നാടായത്. ചുറ്റിലും എന്നെ അറിയണവരും. ഇവിടെ വന്ന് ആരും തൊടില്ല കേട്ടോ. അതോർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. മര്യാദയ്ക്ക് പഠിത്തത്തിൽ ശ്രദ്ധിച്ചോ. കണ്ണേട്ടൻ്റെ ജൂനിയർ വരുമ്പോൾ അച്ഛനെ കണ്ട ഓരോന്നും പഠിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്നത് കണ്ട മോനെന്ത് കരുതും? കുസൃതി ചിരിയോടെ അവൻ്റെ കവളിൽ പിച്ചിയവൾ. ഒന്നും മിണ്ടിയില്ല കാശി. അവൻ്റെ ഉള്ളിലെ ഭാരം അവന് തന്നെ അറിയാമായിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെയും കണ്ട് അച്ചുവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് അലർട്ട് കേട്ടത്. വേഗം ഓപ്പൺ ചെയ്യുമ്പോൾ കാശിയുടെ നമ്പറിൽ നിന്നുള്ള മെസ്സേജാണ്. അതും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തതേ ചുണ്ടുകളിൽ ചെറുചിരി വിടർന്നു പാച്ചൻ്റെ.
വൈശുവിനെയും ചേർത്തു പിടിച്ചു നിൽക്കുന്ന കാശി. ഇരുവരുടെയും കയ്യിൽ രണ്ട് ചുവന്ന വരകൾ തെളിഞ്ഞ പ്രഗ്നൻസി സ്ട്രിപ്പും. ആരുടെ മെസ്സേജാ ഏട്ടാ? കയ്യിലിരുന്ന ബോട്ടിൽ തുറന്ന് ഒരല്പം വെള്ളം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് ചോദിച്ചു അച്ചു. കണ്ണൻ്റെ അച്ചു. വൈശു പ്രഗ്നൻ്റാന്ന്. അത് കേട്ടതും അവളുടെ മുഖത്തും നിറഞ്ഞ ചിരിയായി. എടാ കണ്ണാ, നീ ഇത് രാവും പകലും നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടല്ലോടാ. എന്നാലും ഇത്ര പെട്ടെന്ന് നിന്നെ സമ്മതിച്ചു തന്നു. ഉടനെ പാച്ചൻ്റെ വക വോയിസ് മെസ്സേജ് പോയിരുന്നു. ദേ ഏട്ടാ, കളിയാക്കല്ലേ, കഷ്ടമായത്, അച്ചു കെറിവിച്ചു. ഒന്ന് പോടി, അന്നിവനെന്നെ ആക്കി കൊന്നത് നീയും കണ്ടതല്ലേ, പാച്ചു ചിരിയോടെ പറഞ്ഞു. എടാ നീ ഒന്നും പറയല്ലേ. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് 3-3.5 കൊല്ലത്തിൻ്റെ കാത്തിരിപ്പിനൊടുവില ഞങ്ങളുടെ കുഞ്ഞ് വരാൻ പോണത്. പക്ഷെ നീയോ കെട്ട് കഴിഞ്ഞൊരു 5-6 മാസം കൂടി കാത്തില്ല. അപ്പോഴേക്കും ആരാടാ കൂടുതൽ അധ്വാനിച്ചേ? കണ്ണൻ്റെ മെസ്സേജ് ഉടനെ തിരിച്ചെത്തി. വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന പോലെ അച്ചു അവനെ നോക്കി കണ്ണുരുട്ടി. എടാ 3 വർഷമെന്ന് പറഞ്ഞാലേ രണ്ടാളും ഒരിടത്തായിരുന്നില്ലല്ലോ, അക്കരെയും ഇക്കരയുമായിരുന്നില്ലേ? ഇപ്പോ അവൾക്കൊപ്പം താമസം തുടങ്ങിയിട്ട് വെറും 2-3 മാസമല്ലേടാ ആയുള്ളൂ. അതിനു മുന്നേ നീ അവൾക്ക് പണി കൊടുത്തില്ലേ? അപ്പോ കൂടുതൽ അധ്വാനിച്ചത് നീ തന്നെയല്ലേ? ചിരിയോടെ തിരക്കി. വീണ്ടും രണ്ടാളും ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സെന്തിയുടെയും നന്ദൻ്റെയും വക കളിയാക്കൽ വേറെയും. ഒക്കെ കഴിഞ്ഞ് ഫോൺ ഓഫാക്കാൻ നേരമാണ് ആനന്ദിൻ്റെ വോയിസ് മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടത്. വേഗം കാശി അത് ഓപ്പൺ ചെയ്ത് നോക്കി. കാശി, പ്രിയയുടെ സിസേറിയൻ കഴിഞ്ഞു. കുറച്ചു മുന്നേ ആയിരുന്നു. മോനാണ്. അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കൊണ്ടും ശുഭവാർത്ത. വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവൻ്റെ മനസ്സ്. പ്രിയേച്ചി സുഖമായിരിക്കുന്നോ? അവൻ തിരിച്ചും വോയിസ് ഇട്ടു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ചിത്രത്തോടു കൂടിയ മെസ്സേജ് ഉടനെ എത്തിയിരുന്നു. അതേ സന്തോഷത്തോടെ താഴേക്ക് ചെല്ലുമ്പോൾ വൈശുവിനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ചമ്മയും സന്ധ്യേച്ചിയും അവൻ്റെ മനസ്സ് തിറച്ചു. അക്കൂട്ടത്തിൽ പ്രിയയ്ക്കും ആനന്ദിനും ഒരു മോൻ ജനിച്ചെന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ നെഞ്ചിൽ കൈവച്ച് ഈശ്വരന് നന്ദി പറഞ്ഞു. ഏതായാലും അമ്മയെയും കുഞ്ഞിനെയും കാണണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് തന്നെ പോവേണ്ടി വരും. പ്രിയേച്ചിയുടെ അവിടുത്തെ ഫ്ലാറ്റ് ലീവും പ്രസവ ശുശ്രൂഷയും മറ്റും. കാശി അത് പറയവേ ശാരദാമ്മയുടെ മുഖം മങ്ങി. അതിനെന്താ അച്ചമ്മേ, നമുക്ക് ഫ്ലൈറ്റിൽ പോവാം. അച്ചമ്മയ്ക്ക് വേണമെങ്കിൽ 2 ദിവസം അവിടെ തങ്ങുകയും ചെയ്യാം, ചെറുചിരിയോടെ പറഞ്ഞവൻ. അവിടെ പോവാൻ ഇഷ്ടമാ മോനെ. 2 ദിവസം തങ്ങുവാണെന്ന് പറയുമ്പോൾ എൻ്റെ മോൾ ഇവിടെ തനിച്ചായി പോവില്ലേ? വൈശുവിൻ്റെ നെറുകിലൊന്ന് തലോടിയവർ. അതിനിവിടെ സന്ധ്യേച്ചിയും ഉണ്ടല്ലോ അച്ചമ്മേ. പിന്നെ 4 മണി വരെ ഇവള് സ്കൂളിലാവില്ലേ? ബാക്കി സമയത്ത് അച്ഛൻ്റെ അടുത്തും. രാത്രിയല്ലേ ഇവിടേക്ക് വരൂ. അതും ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണതല്ലേ? ചെറുചിരിയോടെ പറയുമ്പോൾ അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടിയവർ. എന്നാ പിന്നെ പോവാം അല്ലേ? അവർ പ്രതീക്ഷയോടെ അവനെ നോക്കി. എന്നിട്ട് 2 ദിവസം മകൻ്റെയും ചെറുമകൻ്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം നിൽക്കുക അച്ചമ്മേ. അച്ഛനും വലിയ സന്തോഷവും. ആകെ ഗ്ലൂമി അടിച്ചിരിക്കുക. പോവുമ്പോൾ അച്ഛനെ എവിടേക്ക് വിളിക്കണം കേട്ടോ. ഫോൺ കയ്യിലെടുത്തവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി. ഞാൻ വിളിച്ചാൽ അവൻ വരുമോ കണ്ണാ? ആദിയോട് ചോദിച്ചതും അമ്മ വിളിച്ചാൽ മകന് വരാണ്ടിരിക്കാൻ പറ്റുമോ? വരും, നറുചിരിയോടെ പറഞ്ഞവൻ. ആ പ്രതീക്ഷ അവരുടെ മുഖത്തും പുഞ്ചിരിയായി തെളിഞ്ഞു. രാവിലെ 9:30-ക്കുള്ള ഫ്ലൈറ്റിനാണ് ബാംഗ്ലൂരിലേക്ക് പോവേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശാരദാമ്മ. കുഞ്ഞു വാവയ്ക്കായി കുറേയേറെ കുഞ്ഞുടുപ്പുകളും ബേബി പ്രോഡക്ട്സും ടോയ്സും വാങ്ങി ഒരു ബാഗിൽ അടുക്കി വയ്ക്കുകയായിരുന്നു വൈശു. നനുത്ത പഞ്ഞി പോലുള്ള കുഞ്ഞി കുപ്പായങ്ങളിലൂടെ വിരലോടിക്കവേ അവളിലെ അമ്മ മനവും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. കുഞ്ഞൊരുടുപ്പെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവളിലേക്ക് മിഴികൾ എത്തി നിന്നതും കാശിയുടെ ചുണ്ടുകളിലും ചെറുചിരിയായിരുന്നു. മെല്ലെ അവൾക്കരികിലേക്ക് നടന്നെടുത്തവൻ. എന്താണ് ടീച്ചറെ, കുഞ്ഞുടുപ്പ് വേണോ തനിക്ക്? ഇപ്പോൾ വേണ്ട, നമ്മുടെ കുഞ്ഞനൊന്ന് വന്നോട്ടെ, എന്നിട്ട് മതി. ഒക്കെ കാണുമ്പോൾ കൊതി കൂടാ കണ്ണേട്ടാ. മേടിച്ചു കൂട്ടി വെക്കാൻ തോന്നാ ഓരോന്നും. ആവേശത്തോടെ പറയുന്നവളെ കൗതുകത്തോടെ നോക്കിയവൻ. ഇപ്പോഴേ മനസ്സുകൊണ്ട് അവൾ അമ്മയായി കഴിഞ്ഞിരിക്കുന്നു. നറുചിരിയോടെ അവളുടെ നെറുകിൽ ഒന്ന് മുത്തിയവൻ. നമ്മുടെ കുഞ്ഞുമണി വന്നിട്ട് ഒക്കെ മേടിക്കാം, നിന്റെ ഇഷ്ടം പോലെ. അവളുടെ കവളിലൊന്ന് തഴുകിയവൻ. ഇനിയും ഒത്തിരി നാൾ കാത്തിരിക്കണ്ടേ എൻ്റെ കണ്ണേട്ടാ. കുഞ്ഞുമണിയെ കാണാനെന്ന് ഓർക്കുമ്പോൾ ക്ഷമയില്ല എനിക്ക്, ചുണ്ടുകൂർപ്പിച്ചവൾ. എൻ്റെ വൈശുവേ, കുഞ്ഞുമണി കയ്യിലെത്തുന്നതിന് മുന്നേയുള്ള നിമിഷങ്ങളാ മോർ പ്രഷ്യസ്. അറിയോ നിനക്ക്? ശരിക്കും എൻജോയ് ചെയ്യേണ്ട സമയങ്ങളാ അത്. ആദ്യമായി അവൻ്റെ ചലനമറിയുന്നത് കുഞ്ഞു പൂമ്പാറ്റയുടെ ചിറകടി പോലെ. പിന്നെ മെല്ലെ മെല്ലെ കുഞ്ഞിക്കൈകളും കുഞ്ഞിക്കാലുകളും അനക്കി തുടങ്ങും, ഒരു മുയിനിൻ്റെ പിടച്ചിൽ പോലെ. മെല്ലെ വളരാൻ തുടങ്ങും, നിന്നെ ചവിട്ടാൻ തുടങ്ങും, ഉള്ളിൽ കിടന്ന് മറിഞ്ഞുരുളും. കുറേ നേരം അനങ്ങാണ്ട് കിടന്ന് നിന്നെ ടെൻഷനാക്കും.
നിന്റെ ഹൃദയമിടിപ്പിനും നിന്റെ ശബ്ദത്തിനും അവൻ കാതോർക്കാൻ തുടങ്ങും. നമ്മുടെ സംസാരം, നീയും അവനും ഞാനും തമ്മിലുള്ള ബോണ്ട് അത് ഊട്ടി ഉറപ്പിക്കും. നിൽക്കും കൊതിയാ ടീച്ചറെ ഈ ഉള്ളിലെ ഉണ്ണിയോട് വർത്തമാനം പറയാൻ. മെല്ലെ അവളുടെ ഒട്ടിയ വയറിലൂടെ ഒന്ന് തഴുകിയവൻ. ഇതൊക്കെ അങ്ങനെ സ്കിപ്പ് ചെയ്തു പോയാലേ ഒരു സുഖവും ഉണ്ടാവില്ല. ഈ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആദ്യമായി അവനെ കാണുമ്പോഴുള്ള സന്തോഷം എത്ര മടങ്ങാന്നറിയോ? ആ, അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. നറുചിരിയോടെ അവളുടെ മടിയിൽ മുഖം പൊഴുത്തിയവൻ. നറുചിരിയോടെ വൈശു അവൻ്റെ നെറുകിൽ തലോടിക്കൊണ്ടിരുന്നു. ദേ, കുറച്ചു മുന്നേ സെന്തി വിളിച്ചിരുന്നു. ഗൗരിക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ എടുക്കാനായി, കൂടെ എല്ലാവർക്കും എടുക്കണമെന്ന്. നീ കൂടി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടനോ? എനിക്ക് ക്ലാസ് ഉണ്ട് ടീച്ചറെ, പോവാണ്ടിരിക്കാൻ പറ്റുമോ? ഏതാണ്ട് എക്സാമിൻ്റെ ടൈമിൽ നമ്മുടെ കുഞ്ഞനിങ്ങി പോരുന്നാ തോന്നണേ. മെല്ലെ മുഖമുയർത്തിയവൻ. അതിലും നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൾ. കണ്ണേട്ടാ, ടീച്ചറമ്മയെ എയർപോർട്ടിൽ കൊണ്ടു ചെന്നാക്കണില്ലേ? വേണം. അതിനൊപ്പം നീയും കൂടി റെഡിയായി ഇറങ്ങിയേക്ക് വൈശു. നിന്നെ സെന്തിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അവൻ മെല്ലെ എഴുന്നേറ്റതും ഒക്കെയും അടുക്കിക്കഴിഞ്ഞ് ബാഗും പൂട്ടി വെച്ചു വൈശു. അവിടെ എത്തിയിട്ട് വിളിക്കണേ അച്ഛമ്മേ, അതോ കുഞ്ഞു വാവയെ കാണുമ്പോൾ ഞങ്ങളെയൊക്കെ മറക്കോ? കാശിയുടെ കുസൃതിയോടുള്ള ചോദ്യത്തിന് അവൻ്റെ കവിളൊന്ന് തഴുകിയവർ. ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും നീ കഴിഞ്ഞേ ഉള്ളൂട്ടോ കണ്ണാ, നിൽക്കാരും. അവൻ്റെ കവിളിലൊന്ന് മുത്തിയവർ. ദേ ചെക്ക, ഞാനോ ഇവിടില്ല. മോളുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിക്കൊള്ളണേ. അറിയാലോ ഈ സമയത്ത് നല്ല ക്ഷീണവും വിമ്മിഷ്ടവും ഉണ്ടാവും. പ്രത്യേകം ഓർമ്മിപ്പിച്ചവൻ. ഓ, നോക്കിക്കോളാമേ, കുറുമ്പട്ട് കുറയ്ക്കാതെ പറഞ്ഞവൻ. അവിടെ എയർപോർട്ടിൽ ആനന്ദേട്ടൻ എത്തിക്കോളൂട്ടോ അച്ഛമ്മയെ കൊണ്ടുപോവാൻ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാറിനുള്ളിൽ കയറാൻ നേരം ശാരദമ്മയോടെ പറഞ്ഞവൻ. പിന്നെയും അധികം നിന്ന് താമസിക്കാതെ അവരിറങ്ങിയിരുന്നു. വൈശുവിനെ സെന്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയ ശേഷം അച്ഛമ്മയെ എയർപോർട്ടിലും കൊണ്ടുചെന്നാക്കി. അത് കഴിഞ്ഞ് കാശി നേരെ കോളേജിലേക്കും ചെന്നു. വൈശു ചെന്ന് ഒരല്പം കഴിഞ്ഞതും പാച്ചനും അച്ചുവും ഗായുവും നന്ദനും എത്തിയിരുന്നു. ഗൗരിയെ വിളിക്കാൻ പോയ സെന്തിയെ കാത്തിരിപ്പായി പിന്നെ എല്ലാവരും. ഇവൻ അവളെയും കൊണ്ട് ഒളിച്ചോടിയെന്നാ തോന്നുന്നേ. 10-15 മിനിറ്റ് കൊണ്ട് പോയി വരേണ്ടതല്ലേ ഉള്ളൂ. ഇതിപ്പോ അരമണിക്കൂറായില്ലേ? വാച്ചിൽ നോക്കി പാച്ചൻ കെറുവോടെ പറഞ്ഞു. ഒന്നടങ്ങടാ, നിനക്കിപ്പോൾ തിരക്കിട്ട് പോയിട്ട് വല്ല മലയും മറിക്കാനുണ്ടോ? നന്ദൻ അവനെ കനപ്പിച്ചെന്ന് നോക്കി. എനിക്ക് എവിടെയെങ്കിലും പോവാൻ റെഡിയായി കഴിഞ്ഞാൽ ഉടനെ പോണം. ഈ വെയിറ്റ് ചെയ്യണതേ ഇഷ്ടല്ല. വലിയ ജാടയിട്ട് പറഞ്ഞതും. അയ്യടാ, സ്വന്തം കല്യാണത്തിന് ഞങ്ങളെ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ച മുതല പറയുന്നത് കേട്ടില്ലേ? മുഹൂർത്ത നേരം അടുത്തിട്ടും കാണാണ്ടായപ്പോൾ ഞങ്ങൾ കരുതി ഇനി നീ കാലി വാരിയോന്ന്. അച്ചുവാണയിൽ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നന്ദനത് പറഞ്ഞതും ഒന്നിളിച്ചു കാട്ടി പാച്ചൻ. അത് പിന്നെ താലി മലയെടുക്കാൻ മറന്നുപോയിരുന്നു. പകുതിക്ക് വന്നപ്പോഴാ ഓർത്തതേ, പിന്നെ തിരിച്ചു പോയതാ ഇളിയോടെ പറഞ്ഞതും. ബെസ്റ്റ്, സ്വന്തം കല്യാണത്തിന് തന്നെ താലിമാല എടുക്കാൻ മറക്കണമായിരുന്നു. കൈമലർത്തി നന്ദനത് പറഞ്ഞതും അച്ചുവടക്കം ബാക്കിയുള്ളവർ ചിരിയടക്കി പിടിച്ചു. അപ്പോഴേക്കും സെന്തിയും ഗൗരിയുമായി എത്തിയിരുന്നു. ഈ കുറച്ച് നാളുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഒത്തിരി അങ്ങ് അടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിച്ചം രണ്ടുപേരുടെയും മുഖത്തുമുണ്ട്. വന്നു കയറിയതും സെന്തിയെ അടിമുടിയൊന്നൊഴിഞ്ഞു പാച്ചൻ. എന്താടാ? അവൻ്റെ തോളിലൊന്ന് തട്ടിയതും. അല്ല, കുറേ നേരമായി പോയിട്ട്, അതുകൊണ്ട് നോക്കിയതാ ആക്കിയ പോലെ പറഞ്ഞവൻ. ഗൗരിയുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിൽ ഒരു മരം വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അത് മുറിച്ചു മാറ്റുക. അത് മാറ്റുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതാ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവൻ്റെ അമ്മച്ചിയും റെഡിയായി വന്നു. ഇറങ്ങാറായോ മക്കളെ? എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചവർ. ആ, ഇറങ്ങാം അമ്മച്ചി, സെന്തിൽ പറഞ്ഞു. എന്നാലേ ഒരു 2 വാക്ക് പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഒരു വഴിക്ക് പോകുന്നതല്ലേ. എല്ലാവരെയും നോക്കുമ്പോൾ സമ്മതം പോലെ തലയാട്ടി. രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ച് കുരിശും വരച്ച് യാത്ര തിരിച്ചു. വസ്ത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. ഇതിനിടയിൽ പലതവണ കാശി വിളിച്ച് വൈശുവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അച്ചമ്മ ബാംഗ്ലൂരിലെത്തിയെന്നും ഫ്ലാറ്റിൽ ചെന്ന് കുഞ്ഞിനെ കണ്ടെന്നും പറഞ്ഞ് വോയിസ് ഇട്ടതിന് പിന്നാലെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് വെച്ച് പ്രിയയ്ക്ക് അരികിലായിരിക്കുന്ന ഫോട്ടോ കൂടി അയച്ചു കൊടുത്തു. ആനന്ദ് അയച്ചു കൊടുത്തതാന്നും പറഞ്ഞു. കുഞ്ഞി കണ്ണു മുറുകെ അടച്ച് മുത്തശ്ശിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന വാവയെ കൊതിയോടെ നോക്കി വൈശു. അറിയാതെ അവളുടെ കൈകൾ ഉദരത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു നറുചിരിയോടെ. വെജ് ഫ്രൈഡ് റോസ് മുന്നിൽ കൊണ്ടുവന്ന് വച്ചതേ അച്ചു വാഷ്റൂം ലക്ഷ്യം വെച്ച് ഒരോട്ടമായിരുന്നു. പിന്നാലെ പാച്ചനും.
3 മാസം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടെയുള്ള ഛർദിയും ക്ഷീണവും അച്ചുവിന് വലയ്ക്കാറുണ്ട്. എല്ലാവരും രണ്ടാളും പോയ വഴിയെ നോക്കിയിരുന്നു. ഒരല്പം കഴിഞ്ഞതും പാച്ചൻ അവളെയും ചേർത്ത് പിടിച്ച് വന്നിരുന്നു. എന്താടാ, അവൾക്ക് ഈ ഫുഡ് ഇഷ്ടമല്ലേ? എന്നാ വേറെന്തേലും ഓർഡർ ചെയ്യാം. സെന്തി ആദിയോടെ അച്ചുവിനെയും പാച്ചുവിനെയും നോക്കി. ഏയ്, അവൾക്ക് വെജേ പറ്റൂ. നോൺ വെജിന്റെ മണം അടിച്ചാലേ പ്രശ്നമാ. സാരമില്ലടാ, ഇതൊക്കെ ഉള്ളതാ. പാച്ചു കരുതലോടെ ഇത്തിരി വെള്ളം കുടിപ്പിച്ചവളെ. വൈശ്വേ, നിനക്ക് വല്ല പ്രശ്നവുമുണ്ടോടി? സെന്തി അത് ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടിയിരുന്നു. അതിന് മോൾക്ക് അറിഞ്ഞതല്ലേടാ ഉള്ളൂ. സമയമായില്ല. 5-6 ദിവസം കൂടി കഴിയുമ്പോൾ ആഹാരം വെറുപ്പും ഛർദിയും ഒക്കെ തുടങ്ങിക്കോളും, അമ്മച്ചി ചെറുചിരിയോടെ പറഞ്ഞു. പിന്നെ സംസാരം തുടർന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചും തുടങ്ങിയവർ. വല്ലപ്പോഴും കിട്ടുന്ന ഇത്തരം മുഹൂർത്തങ്ങൾ സ്വർഗതുല്യമാണെന്ന് ഓർക്കുമ്പോഴും കണ്ണേട്ടനെ ഒത്തിരി മിസ് ചെയ്യുകയായിരുന്നു വൈശു. ഉച്ചതിരിഞ്ഞതും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു എല്ലാവരും. വൈശുവിനെ സെന്തി തന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. ചെന്നപാടെ വീട്ടിലെത്തിയ കാര്യം കണ്ണനെ വിളിച്ച് പറയുകയും ചെയ്തവൾ. സെന്തി പോയതും സന്ധ്യേച്ചിക്ക് വേണ്ടി വാങ്ങിയ വസ്ത്രം എടുത്തു കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു വൈശു. വാങ്ങാൻ മടിയോടെ നിന്നവരുടെ കയ്യിലേക്ക് ബലമായതവൾ വച്ചുകൊടുത്തു. ഞങ്ങളൊക്കെ വാങ്ങിയില്ലേ, അപ്പോ ചേച്ചിക്ക് വാങ്ങാണ്ടിരുന്നാലോ? ഇത് കണ്ണേട്ടൻ തന്ന കാശിന് മേടിച്ചതാ. ഇച്ചായനോട് ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞുകൊണ്ട് ചെറുചിരിയോടെ മുകളിലേക്ക് നടന്നവൾ. അവളെ തന്നെ നോക്കി നിന്നു സന്ധ്യ നന്ദിയോടെ. ഒന്ന് ഫ്രഷായി വന്നപ്പോൾ നല്ല ക്ഷീണം തോന്നി. അത്ര നേരവും അടച്ചിട്ടിരുന്ന വാതിലൊന്ന് തുറന്ന ശേഷം ചാരി വെച്ചു. ടീച്ചറമ്മ ഇല്ലാത്തതുകൊണ്ട് കണ്ണേട്ടൻ നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ഉറക്കമാണേൽ ആള് വാതിൽ തുറന്ന് കയറിക്കോളും ഓർത്തുകൊണ്ട് ബെഡിലേക്ക് ചെന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറങ്ങിപ്പോയവൾ. കൈത്തണ്ടയിൽ എന്തോ മുറുകുന്നതിൻ്റെ വേദനയറിഞ്ഞതും കണ്ണുകൾ വലിച്ചു തുറന്നു വൈശു. ഏതോ ഇംഗ്ലീഷ് ഗാനത്തിന്റെ വരികൾ ആരുടെയോ ശബ്ദത്തിൽ മൂളിക്കേട്ടതും ചുറ്റും കണ്ണുകൾ പാഞ്ഞു. തൊട്ടു മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരിൽ കണ്ണുകളുടക്കിയതും വിറച്ചുപോയവൾ. പരിചിതരല്ലാത്ത 2 പുരുഷന്മാർ, അതും തങ്ങളുടെ ബെഡ്റൂമിൽ. 2 പേരും 2 ചെയറുകളിട്ട് ഇരിപ്പുണ്ട്. അതിലൊരാളാണ് പാടുന്നത്. നടുക്കത്തോടെ ചാടി എണീക്കാൻ നോക്കുമ്പോൾ ശരീരം കുഴയുന്നത് പോലെ തോന്നി അവൾക്ക്. കൈത്തണ്ടയിൽ നോവ് തോന്നിയതും അവിടേക്ക് നോക്കി. അവളുടെ തൊട്ടരികിൽ മറ്റൊരു പുരുഷൻ, മൂന്നാമൻ. ഈ സമയം മുന്നിലിരുന്ന 2 പേരിലൊരാൾ ആ പാട്ട് വീണ്ടും ഈണത്തിൽ പാടിക്കൊണ്ട് കയ്യിലൊരു സിറിഞ്ചുമായി അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. ഭയം കാരണം ദേഹത്തിന്റെ തളർച്ച അധികമായി. ആരാ ആരാ നിങ്ങള്? വിറയോടെ ചോദിച്ചുകൊണ്ട് പിന്നിലേക്ക് നിരങ്ങി മാറിയവൾ. ഞങ്ങളാരാന്ന് നിന്റെ പ്രിയപ്പെട്ടവനറിയാം. വല്ലാത്തൊരു ചിരിയോടെ അവളുടെ കൈത്തണ്ട പിടിച്ചെടുത്തയാൾ. കുതറി അകലാനും അയാളുടെ കൈതട്ടി മാറ്റാനും ശ്രമിച്ചവൾ. പക്ഷേ ശരീരം വഴങ്ങിയില്ല. അപ്പോഴേക്കും മുന്നിൽ നിൽക്കുന്നവർ ആരാകുമെന്ന ഊഹത്തിലെത്തിയിരുന്നു. നടുക്കമായിരുന്നവളിൽ. ജീവിതത്തിൽ ആദ്യമായി ഇത്രയും ഭയന്നതെന്ന് അറിഞ്ഞ നിമിഷങ്ങൾ. അവളിലെ ആ ഭയത്തിന് കാരണം ഉള്ളിലെ ഒന്നും അറിയാത്ത പിഞ്ചു ജീവനായിരുന്നു. സ്റ്റെപ്പുകൾ ഓരോന്നും ഓടിക്കയറുമ്പോൾ കാശിയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. നിന്റെ ഭാര്യ ഇപ്പോൾ സേഫാണ്, പക്ഷേ നീ വരാൻ വൈകുന്തോറും ആപത്താ. കുറച്ചു മുന്നേ കാതുകളിൽ പതിഞ്ഞ നരേഷിന്റെ ശബ്ദമായിരുന്നു അവന്റെ മനസ്സിൽ. ഓടിപ്പാഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടിരുന്നു കട്ടിലിൽ ചാരി ആടിയുലഞ്ഞ പോലിരിക്കുന്നവളെ. നടുക്കത്തോടെ അവിടെ തന്നെ നിന്നുപോയി. ആഹാ, വന്നല്ലോ കാശിനാഥൻ. അപ്പോ നിനക്ക് ഭാര്യയോടും കുഞ്ഞിനോടും സ്നേഹമുണ്ടല്ലേ? സഞ്ജയുടെ കനത്ത ശബ്ദം കർമ്മൂടത്തിലേക്ക് എത്തവേ കണ്ണുകൾ ഇറുക്കെ പൂട്ടിയടച്ചവൻ. കണ്ണേട്ടാ. വൈശുവിന്റെ ഇടറിയ നേർത്ത നാദം കേട്ടതേ കണ്ണുകൾ വലിച്ചു തുറന്നവൻ. അവന് നേരെ കൈനീട്ടി എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ തലയുയർത്താനോടി ആവുന്നില്ല. വൈശു. ഓടിപ്പാഞ്ഞ് അവൾക്കരികിലേക്ക് ചെന്ന് മുറുകെ പുണരാൻ തുടങ്ങിയതും നരേഷും ആസിഫും കൂടി അവനെ പിടിച്ചു പിന്നിലേക്ക് മാറ്റിയിരുന്നു. നിനക്കവളെ പ്രണയിക്കാനും തലോടാനും ഇന്ന് രാത്രി വരെ സമയമുണ്ടായിരുന്നുള്ളൂ കാശിനാഥൻ. സഞ്ജയുടെ ശബ്ദം അവനെ ഉലച്ചു കളഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? വൈശുവിനെ വിട്ടേക്ക്. 2 പേരുടെയും കയ്യിൽ കിടന്ന് കുതിർന്നതിനിടെ പറയുന്നുണ്ടായിരുന്നവൻ. അവളുടെ അവസ്ഥ കാണും തോറും ശരീരം തളർന്നവന്റെ. നിന്നോടാണ് എനിക്ക് പക, പക്ഷേ ഇവൾക്ക് കൊണ്ടാലേ നിനക്ക് നോവുള്ളൂ. ക്രൂരതയോടെ പറയുന്നതിനൊപ്പം ഒരു കയ്യിലെടുത്തവൻ. നോക്കിയേ, ഇപ്പോഴേ കിറങ്ങിപ്പോയി. വൈശുവിനെ ചൂണ്ടിക്കാട്ടി സഞ്ജയ് പരിഹാസത്തോടെ. അപ്പോ ഒരു ഡോസ് കൂടി ഇവൾക്ക് കൊടുത്താലോ? ഇല്ലാണ്ടാവും. ഇവൾ ജീവിതകാലം അത്രയും നിനക്ക് വേദന മാത്രം നൽകിക്കൊണ്ട് നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ മാത്രമാവും. അന്നേരം നീ അറിയണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന നൊമ്പരം. എൻ്റെ ക്രിസ്റ്റിയെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അറിഞ്ഞ നോവ് നീയും അറിയണം. ഭ്രാന്തമായി പുലമ്പിക്കൊണ്ട് വൈശുവിനടുത്തേക്ക് നടന്നവൻ.
പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള നോവ് നീ എനിക്ക് പറഞ്ഞു തരണ്ട സഞ്ജയ്. അത് ആദ്യം അറിഞ്ഞത് ഞാനാ. അറിയിച്ചു തന്നത് നീയും. എൻ്റെ സിയാനെ ഇല്ലാതാക്കിയ പകയോടെ കാശിയത് പറയുന്നതിനൊപ്പം നരേഷിനെയും ആസിഫിനെയും വലിച്ചു മാറ്റി സഞ്ജയ്ക്കരികിലേക്ക് പാഞ്ഞിരുന്നു. ആവതില്ലെങ്കിലും നിരങ്ങി പിന്നിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു സഞ്ജയ്. അപ്പോൾ പിന്നിൽ നിന്ന് കാശിയുടെ ചവിട്ടേറ്റ് അവൻ നിലത്തേക്ക് വീണിരുന്ന അതേ നിമിഷം കയ്യിലിരുന്ന സിറിഞ്ചും നിലത്തേക്ക് വീണ് തെറിച്ചുപോയി. കാശി അവന് നേരെ കുതിച്ചതും നരേഷും ആസിഫും കൂടി അവനെ കൂട്ടിപ്പിടിച്ച് പിന്നിലേക്ക് വലിച്ചെടുത്തു. വൈശുവിൻ്റെ അവസ്ഥ കൂടി കണ്ടതും ശരീരം കുഴയുന്നത് പോലെ തോന്നി കാശിക്ക്. നീ എൻ്റെ മേൽ കൈവച്ചല്ലേ? അപ്പോൾ ക്രിസ്റ്റി എന്ന് പറഞ്ഞത് നേരെ. അന്നത്തെ തൊട്ടാവാടിയല്ല നീ. പക്ഷേ ഇന്ന് നീ ഒന്നിനും കഴിയാതെ ഈ മുറിക്കുള്ളിലിരുന്ന് കരയാൻ പോവാ കാശിനാഥ, അലറിയവൻ കലിയടങ്ങാതെ. ഭ്രാന്തനായ കാശിനാഥനെ ഡോക്ടർ കാശിനാഥൻ ആക്കിയവളല്ലേ ഇവള്? ഏത് പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് ആരോ പറഞ്ഞതുപോലെ നിന്റെ വിജയത്തിന് പിന്നിലെ സ്ത്രീ ഇവളല്ലേ? ഇനി ഇവളില്ല. നീ അങ്ങ് കളയോടാ ഞങ്ങളുടെ വൈശുവിനെ. പിന്നീന്ന് അപരിചിതമായ ശബ്ദം കേട്ടാണ് സഞ്ജയ് തിരിഞ്ഞു നോക്കിയത്. ചാരിയിട്ടിരുന്ന വാതിലും ചവിട്ടി തുറന്നു മുന്നിലേക്ക് വന്ന 3 പേരെ കണ്ടതും അമ്പരന്ന് പോയവൻ. നിനക്കൊക്കെ ഒറ്റയ്ക്ക് തട്ടിക്കളയ്ക്കാൻ ഇവരെ ഞങ്ങൾ വിട്ടുതരാടാ കോപ്പെ. സെന്തി ചീറിക്കൊണ്ടുവന്ന് സഞ്ജയെ ചവിട്ടിയിരുന്നു. നിലത്തേക്ക് തെറിച്ചു വീണവൻ അപ്പോഴും അവരെ തന്നെ നോക്കി അമ്പരന്ന് കിടപ്പാണ്. ഇവരൊക്കെ ആരെന്നുള്ള മട്ടിൽ. നീ എന്നതാടാവേ കരുതിയേ? അവൻ ഒറ്റയ്ക്കാന്നോ? പണ്ടത്തെ മാതിരി എന്തുമാകാം, ആരും ചോദിക്കാൻ വരികയില്ലാന്നോ? നിന്റെ മലപ്രസംഗം എവിടെ വരെ പോകുമെന്ന് കാത്ത് പുറത്തു നിൽപ്പുണ്ടായിരുന്നു. നിന്നെ ഇവനിപ്പോൾ തല്ലി തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ നീ എന്തേലും ചതി ഒപ്പിക്കും. അതറിയാവുന്നേ കൊണ്ട് തന്നാടാ ഞങ്ങൾ കൂടി അവന് പിന്നാലെ വന്നത്. പറഞ്ഞു തീർന്നതും കണ്ണൻ്റെ പിടിവിട്ട് നരേഷും ആസിഫും കൂടി അവനരികിലേക്ക് പാഞ്ഞിരുന്നു. നന്ദനും സെന്തിയും കൂടി രണ്ടിനെയും ഒരു മൂലയ്ക്കാക്കി. എടാ പാച്ചു, കണ്ണ വൈശുവിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക്. ഇവറ്റകളോട് കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സെന്തി അത് പറയുന്നതിനോടൊപ്പം ഇടിവള ഒഴിയുന്നുണ്ടായിരുന്നു. കണ്ണൻ വേഗം ഓടിപ്പാഞ്ഞു ചെന്ന് വൈശുവിനെ ഇരു കയ്യാലെയും കോരിയെടുത്ത് താഴേക്ക് പാഞ്ഞു. പാച്ചുവും അപ്പോ അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സെന്തിക്ക് നേരെ കൈ ഉയർത്തിയ സഞ്ജയെ നന്ദൻ സർവീസ് റിവോൾവർ കാട്ടി തടഞ്ഞിരുന്നു. മറ്റു 2 പേരും സ്തംഭിച്ച് അവരെ നോക്കി നിലത്തിരിപ്പാണ്. എടാ സെന്തി, കൊടുക്കുമ്പോൾ നല്ലോണം കൊടുത്തേക്ക്. സർവ്വമർമ്മവും കലക്കി തന്നെ. പരലോകത്തേക്ക് പോയി വരണം 3. എന്നാ പുറത്ത് മുറിവോ ചതിവോ വരരുത്. കോടതിയിൽ എത്തിക്കേണ്ടതാ. എത്തിയാൽ വക പലതും ആലോചിച്ചുറപ്പിച്ച പോലെ നന്ദനത് പറയുമ്പോൾ സെന്തിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവന്മാർക്ക് നേരെ നടന്നെടുത്തു. ഐസിയുവിന് മുന്നിലെ കാത്തിരിപ്പ് തുടർന്നു കാശിനാഥൻ. അവളെ തനിച്ച് വിട്ടുപോയ സമയത്തെ ഓർത്ത് സ്വയം പഴിച്ചുകൊണ്ടിരുന്നവൻ. അവനൊക്കെ വീട്ടിനുള്ളിലേക്ക് കയറി വരുമെന്ന് കരുതിയില്ല. വന്നപാടെ സന്ധ്യേച്ചിയെ ഭയപ്പെടുത്തി ഓടിച്ചിരുന്നു. അവരെ വേഗം ചെന്ന് നന്ദൻ്റെ വീട്ടിൽ കാര്യമറിയിച്ചു. അപ്പോഴേക്കും നരേഷ് വിളിച്ചു പറഞ്ഞതൊക്കെ താൻ നന്ദനെ വിളിച്ചറിയിച്ചിരുന്നു. അവരൊക്കെ വരാൻ ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിലോ? എൻ്റെ വൈശുവും കുഞ്ഞും. നെഞ്ചിൽ കൈവച്ചു പോയവൻ. എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് പതറിപ്പോവും. അത്രമേൽ താൻ ഇന്ന് പതറിപ്പോയിരിക്കുന്നു. പലതും ഓർത്ത് കണ്ണുനീർ വാർക്കുമ്പോൾ തോളിൽ പാച്ചുവിൻ്റെ കരസ്പർശം അറിഞ്ഞിരുന്നവൻ. എടാ വിഷമിക്കല്ലേ, അവൾക്കും കുഞ്ഞിനും ഒന്നും വരില്ല. അതേസമയം സെന്തിലും നന്ദനും ഓടിപ്പാഞ്ഞെത്തിയിരുന്നവിടെ. കണ്ണാ എന്താ എടാ? സെന്തി ആദിയോടെ ICUവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കി. ഒബ്സർവേഷനിലാടാ, നോവോടെ പറഞ്ഞവൻ. നീ വിഷമിക്കല്ലേ, ഒന്നും വരികയില്ല. അവനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു 3 ആളും. അതേസമയം വാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നതും 4 ആളും കൂടി ഓടിപ്പാഞ്ഞ് അവിടേക്ക് ചെന്നു. നത്തിങ് ടു വറി, അമ്മയും കുഞ്ഞും സേഫാണ്. വൈഷ്ണവിയുടെ ബ്ലഡിൽ കലർന്ന ഡ്രഗ് റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻ ചെയ്യുന്നുണ്ട്. ഇനി പേടിക്കണ്ട. നറുചിരിയോടെ അയാളത് പറയുമ്പോൾ കാശിനാഥൻ കൈകൂപ്പി നന്ദിയോടെ. കണ്ടോ, പറഞ്ഞില്ലേടാ അവൾക്കൊന്നും വരികയില്ലെന്ന്. കാശിയെ മുറുകെ പുണർന്നു സെന്തിൽ. ഒപ്പം മറ്റുള്ളവരും. സെന്തി അവനൊക്കെ ചോദ്യഭാവത്തോടെ നോക്കിയതും. ലോക്കപ്പിലാണ്. നന്ദനാണ് മറുപടി കൊടുത്തത്. ഇനി പുറത്തിറങ്ങില്ലേ? ഉൾഭയത്തോടെ കാശി നന്ദനെ നോക്കി. ഇനി അവനൊക്കെ പുറംലോകം കാണില്ല. ഉറപ്പോടെ നന്ദനത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. പേടിച്ചോ നീ? പാടിലോട്ട് മാറ്റിയിട്ടും ഭയപ്പാടകലാതെ കാശിനാഥൻ്റെ നെഞ്ചിലേക്ക് കുറുകിക്കൂടിയവളുടെ നെറുകിൽ മെല്ലെ തലോടിയവൻ. പേടിച്ചു, ഒത്തിരി. ജീവിതത്തിൽ ഇന്നേ വരെ പേടിക്കാത്ത അത്രയും. നടുക്കത്തോടെ പറഞ്ഞതും അവൻ അവളെ കൂടുതൽ മുറുകെ പുണർന്നു. എൻ്റെ കുഞ്ഞിന് വല്ലതും ആയിപ്പോവെന്നായിരുന്നു കണ്ണേട്ടാ. വിതുമ്പലടക്കിയവൾ. സാരലടി, ഒക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നുകളെ. ഒന്നും ഓർക്കണ്ടായിനി, നിശ്വാസത്തോടെ പറഞ്ഞവൻ. കണ്ണേട്ടാ, അവരൊക്കെ ഇനിയും വന്നാലോ?
എനിക്ക് പേടിയാവുക. വിറയോടെ പറയവേ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ഒപ്പം ആ മാറിൽ മുഖമമർത്തിയവൾ. മരിച്ച് പരലോകം പൂണ്ടവരെങ്ങനാടി ഇനിയും നമ്മളെ തേടി വരിക? കുഞ്ഞൊരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കാശിനാഥൻ. അതേസമയം അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാത്തതുപോലെ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി വൈശുവും. തുടരും. പ്രിയപ്പെട്ടവരെ, ഇനി ഒരേ ഒരു പാർട്ടോടെ ഈ കഥ ഇവിടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ തുടർന്നും കൂടെ ഉണ്ടാവണം. അടുത്ത പാർട്ടിൽ നമുക്ക് കഥ അവസാനിപ്പിക്കാം. കഥ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.